ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ആനുവൽ ഇവാലുവേഷൻ 2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ എങ്ങനെയാണ് അവർ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ടാവുക ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കണ്ടെത്താനാണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. In the 1960s and 1970s, some young people rejected the trapping and values of conventional society. എന്താണ് കൺവെൻഷണൽ സൊസൈറ്റിയിലെ ട്രാപ്പിംഗ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസിനെയും കാര്യങ്ങളെയൊക്കെ എന്താണ് 1960-ലെയും 70-ലെയും കുറച്ച് യങ് പീപ്പിൾസ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവർ നിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ദേ കെയിം ടു ബി നോൺ ആസ് ഫ്ലവർ ചിൽഡ്രൻ. അവരെയാണ് ഫ്ലവർ ചിൽഡ്രൻ എന്ന് പറയുന്നത്. Flower children got their name because they often wore flowers and floral themed clothing. Some also distributed to people as a sign of peace and love. എന്തുകൊണ്ടാണ് അവരെ ഈ ഫ്ലവർ ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്? അവരെപ്പോഴും ഈ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്ലോറൽ തീമായിട്ടുള്ള ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളുമാണ് അവർ പറയുന്നത്. അത് പീസ് ലവിൻ്റെ സൈനായിട്ടാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. The term flower children was popularized by the media of the time and the term soon came to the synonyms with the term hippie. എന്താണ് ഈ ഫ്ലവർ ചിൽഡ്രൻ എന്ന് പറയുന്നത് മീഡിയയിലൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള സമയത്തായിരുന്നു അവർ ആ ഒരു സൂണിനെ അന്നെന്താണ് ഹിപ്പി എന്നുള്ള സിനോണിംസ് കൊണ്ട് വന്നിട്ടുള്ളത്. ഫ്ലവർ ചിൽഡ്രൻ were part of a large cultural movement of the time whose members sought a lifestyle based on values of peace, love and simplicity. അപ്പോൾ ഈ ഫ്ലവർ ചിൽഡ്രൻ എന്ന് പറയുന്നത് അന്നത്തെ കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം തന്നെയായിരുന്നു. അവരായിരുന്നു ഈ ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള വാല്യൂസും പീസും ലവ് സിംപ്ലിസിറ്റി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് റിജക്റ്റഡ് മണി, അവരെന്താണ് പൈസയൊക്കെ റിജക്റ്റ് ചെയ്തു. മെറ്റീരിയലിസം ആൻഡ് കണ്ടംപററി പൊളിറ്റിക്സ്, അതുപോലെ തന്നെ അവർ മെറ്റീരിയലിസത്തിനെയും കണ്ടംപററി പൊളിറ്റിക്സിനെയും ഒക്കെ റിജക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. ദേ പ്രൊട്ടക്റ്റഡ് ടു വാർ ഓൺ എ വിക്ടിനിയം ആൻഡ് ബിലീവ്ഡ് ദേ കുഡ് നോട്ട് ട്രസ്റ്റ് എനിവൺ ഓവർ ദ ഏജ് ഓഫ് 30. 30 കഴിഞ്ഞ ആളുകളെ ഒന്നും അവരെന്താണ് വിശ്വസിച്ചിരുന്നില്ല. അതുമാത്രമല്ല അവർ വാറിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ചോദ്യം, വെൻ ഡിഡ് ഫ്ലവർ ചിൽഡ്രൻ അപ്പിയർ ഇൻ അമേരിക്കൻ സൊസൈറ്റി? ഈ ഒരു ഫ്ലവർ ചിൽഡ്രൻ അമേരിക്കൻ സൊസൈറ്റിയിൽ എപ്പോഴാണ് കാണാൻ തുടങ്ങിയത്? 1960s, 1970s, 1980s, 1960s to 1970s. ഏതാണ് 1960s to 1970 എന്നുള്ള ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ബി ചോദ്യം, ഹൗ ഡിഡ് ദേ ഗെറ്റ് ദെയർ നെയിംസ്? എങ്ങനെയാണ് അവർക്ക് ഈ പേര് ലഭിച്ചിട്ടുള്ളത്? ബിക്കോസ് ദേ ഓഫൻ പ്ലക്ക് ഫ്ലവർ. എന്താണ് അവർ ഫ്ലവറൊക്കെ പറിക്കുന്നതുകൊണ്ട്. ബിക്കോസ് ദേ ഓഫൻ വോർ ഫ്ലവർ ആൻഡ് ഫ്ലോറൽ തീംഡ് ക്ലോത്തിങ്. അവർ ഈ ഫ്ലോറലായിട്ടും ഫ്ലവറായിട്ടുള്ള തീംഡ് ആയിട്ടുള്ള ക്ലോത്തിങ് ആയിരുന്നു ധരിച്ചിരുന്നത്. ബിക്കോസ് ദേ പ്ലാന്റ് ഫ്ലവർ പ്ലാന്റ്. എന്താണ് അവർ ഒരുപാട് ഫ്ലവർ പ്ലാന്റ് ഒക്കെ നട്ടിട്ടുണ്ട്. ബിക്കോസ് ദേ സോൾഡ് ഫ്ലവേഴ്സ്. അവർ ഫ്ലവേഴ്സൊക്കെ വിൽക്കുമായിരുന്നു. ഏതാണ് ബി ആണ് ശരിയായിട്ടുള്ളത്. ബിക്കോസ് ദേ ഓഫൻ വോർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലോറൽ തീംഡ് ക്ലോത്തിങ് എന്നുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ നെയിം ബിക്കം പോപ്പുലർ? എങ്ങനെയാണ് ഇത് പോപ്പുലർ ആയത്? പോപ്പുലറൈസ്ഡ് ബൈ പീപ്പിൾ, ആളുകളിലൂടെയാണ് പോപ്പുലർ ആയത്. പോപ്പുലറൈസ്ഡ് ബൈ ദ ഗവൺമെൻറ്റിലൂടെയാണ്. പോപ്പുലറൈസ്ഡ് ബൈ ദ മീഡിയയിലൂടെയാണ് പോപ്പുലർ ആയത്. നൺ ഓഫ് ദ എബോവ്, ഇതൊന്നും അല്ല. ഏതാണ് പോപ്പുലറൈസ്ഡ് ബൈ ദ മീഡിയ എന്നുള്ള മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് ഇതിൽ ഡി ചോദ്യം, വാട്ട് ഡിഡ് ദ ഫ്ലവർ ചിൽഡ്രൻ റിജക്റ്റഡ്? എന്തൊക്കെയായിരുന്നു ഇവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മണി, മെറ്റീരിയലിസം ആൻഡ് കണ്ടംപററി പൊളിറ്റിക്സ്, വാല്യൂസ്, പീസ് ആൻഡ് സിംപ്ലിസിറ്റി. ഏതാണ് മണി, മെറ്റീരിയലിസം ആൻഡ് കണ്ടംപററി പൊളിറ്റിക്സ് ആയിരുന്നു അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ആണ്. ദ ഫ്ലവർ ചിൽഡ്രൻ പ്രൊട്ടസ്റ്റഡ് ദ വാർ ഇൻ അമേരിക്ക, ഓസ്ട്രേലിയ, ബൾഗേറിയ, വയറ്റ്നാം. എവിടെയാണ്? വയറ്റ്നാമിലെ വാറൊക്കെയാണ് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയറ്റ്നാം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ദെൻ ആക്ടിവിറ്റി നമ്പർ 2 ആണ്. താങ്കിങ് നോട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇമാജിൻ യു ആർ ദ റൈറ്റിംഗ് എ സ്പെഷ്യൽ താങ്ക് യു നോട്ട് ടു യുവർ ഫേവറേറ്റ് ടീച്ചർ. എന്താണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിന് നിങ്ങളൊരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്ന്. ഓക്കെ,
ഹൗ വുഡ് യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേഷൻ? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അപ്രീസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എക്സ്പ്രസ് ചെയ്യുക? ഡിസൈൻ എ താങ്ക് യു നോട്ട്. ഒരു താങ്ക് യു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? താങ്ക് യു ടീച്ചർ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ടീച്ചർ, ഐ നോ ഹൗ യു ഹെൽപ്പ് ടു മീ ഫോർ ലേണിംഗ് ആൻഡ് ഗ്രോയിങ് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇൻ്റർവ്യൂ ആണ്. ഇമാജിൻ ദാറ്റ് യു ഹാഡ് ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ ഉഷ ചൗമാർ. ഉഷ ചൗമാറെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്ന് വിചാരിക്കാം. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ആസ്ക് ഹെർ അബൌട്ട് ഹെർ ലൈഫ് ജേണി ആസ് എ സക്സസ്ഫുൾ വുമൺ? അപ്പോൾ സക്സസ്ഫുൾ വുമൺ എന്ന രീതിയിൽ അവരുടെ ജേണി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെ അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുക, അല്ലേ? റൈറ്റ് ഡൗൺ അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻ യു വുഡ് ആസ്ക് ഇൻ ദ ഇൻ്റർവ്യൂ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം? വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ലൈക്ക് ആസ് എ സക്സസ്ഫുൾ വുമൺ? ഓക്കെ, ദെൻ ഹൗ യു ബിക്കം എ ലൈക്ക് സക്സസ്ഫുൾ വുമൺ? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് 4th ക്വസ്റ്റ്യൻ ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആൽബർട്ട് ഡ്യൂറർ യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. താഴെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ലൈക്സ് ടു ജോയിൻ ദ അക്കാദമി, ഹാർഡ് വർക്കിംഗ്, ലവ്സ് ഹിസ് ബ്രദർ, സാക്രിഫൈസസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ആൽബർട്ട് ഡ്യൂററിനെ കുറിച്ചിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ 5th വൺ ലെറ്റർ ആണ്. ജോസഫ്സ് ഫാദർ ലെഫ്റ്റ് ജോസഫ് ഇൻ ദ ഓർഫനേജ് ആൻഡ് ഹി ഫെൽറ്റ് വെരി സോറി ഫോർ ദാറ്റ്. എന്താണ് നമുക്കറിയാം ജോസഫിൻ്റെ, അല്ലേ? നമ്മുടെ യെല്ലോ അംബ്രല എന്നുള്ള പാഠഭാഗത്തിൽ ജോസഫിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ജോസഫിൻ്റെ ഫാദർ അവനെ ആ ഒരു ഓർഫനേജിൽ വിട്ടിട്ട് പോയി, അല്ലേ? പിന്നീട് അദ്ദേഹത്തിന് സോറി തോന്നുകയാണ്. സോ ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് സൺ. അപ്പോൾ അദ്ദേഹം ജോസഫിന് ഒരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. ആ ലെറ്റർ എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്ററിൽ ഞാൻ നിന്നെ വിട്ടുപോയി, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ദെൻ ലാസ്റ്റ് വൺ എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. താഴെയുള്ള പാസേജ് എഡിറ്റ് ചെയ്യാനാണ്. ദ സ്കൂൾ ടീം ഹാവ് ലോസ്റ്റ് ഇറ്റ്സ് ഫസ്റ്റ് വിക്കറ്റ് ബൈ ഓൺലി 2 runs on the board. Ranji go in this stage. The Delhi school's opening bowler was sending down some really fast one. അവിടെ ദ സ്കൂൾ ടീം ഹാവ് എന്നല്ല വരേണ്ടത്, ഹാസ് എന്നാണ് വരേണ്ടത്. സ്കൂൾ ടീം എന്ന് പറയുന്നത് സിംഗിളാണ്. അപ്പോൾ അവിടെ എന്താണ്? ഹാസ് എന്ന് വരേണം. വിക്കറ്റ് ബൈ ഓൺലി അല്ല, വിക്കറ്റ് എന്താണ്? ഓഫ് ഓൺലി 2 runs എന്ന് പറയണം. രഞ്ജി ഗോ ഇൻ ദിസ് സ്റ്റേജ്. അവിടെ എന്താണ്? രഞ്ജി ഗോസ് എന്ന് പറയണം. ദെൻ ഡൽഹി എന്നുള്ളത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. സോ ഡി എന്നുള്ളത് ക്യാപിറ്റൽ എഴുതുക. ബോളർ എന്നുള്ളതിന് എന്താണ്? സ്പെല്ലിംഗ് കറക്റ്റ് അല്ല, BOWLER എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആൻസേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു പോയി. ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് ഇടാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കൂട്ടുകാരെ ഈ ക്വസ്റ്റ്യൻസൊക്കെ റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.